വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ADGP MR അജിത് കുമാർ പങ്കെടുക്കുകയാണ്. ഓൺലൈനായിട്ടാണ് യോഗം നടക്കുന്നത്. ഇതിനിടെ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘത്തിന്റെ യോഗവും ഉടൻ ചേരും. DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യും. ആർ ശ്രീജിത്തും ആർ റോഷിപാലുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇപ്പോൾ അജിത് കുമാർ തന്നെ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം, ഈ യോഗം എന്തിനുള്ള യോഗമാണ്? ആകെക്കൂടി വിചിത്രമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സ്മൃതി, പോലീസ് മേധാവികളുടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പതിവ് യോഗമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നിന്ന് ഓൺലൈനായി നടക്കുന്നത്. ഈ യോഗത്തിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ്, ADGPമാരായ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. അജിത് കുമാർ പങ്കെടുക്കുന്നത് ഇപ്പോൾ ആരോപണങ്ങളുടെ നിഴലിലായതുകൊണ്ട് അതിന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഏത് കപ്പാസിറ്റിയിലാണ് അജിത് കുമാർ പങ്കെടുക്കുന്നത്? ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിലാണ്. ആ പദവിയിൽ അദ്ദേഹത്തെ നിലനിർത്തുന്നത് സർക്കാരാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ അജിത് കുമാർ പങ്കെടുക്കുന്നതിൽ ഒരു ഔചിത്യക്കുറവുമില്ല എന്ന പ്രശ്നം ആണ് ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കാരണം ആരോപണ വിധേയനായ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന, അതും ഒരു ഭരണകക്ഷി MLA ഉന്നയിച്ച ആരോപണങ്ങൾ നേരിടുന്ന അജിത് കുമാറിനെ അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന ചുമതലയിൽ നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറാകരുത്തോളം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് പൊതുവിൽ ഉയർന്ന വാദം. അതുകൊണ്ട് അജിത് കുമാർ പങ്കെടുക്കുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രി ഈ യോഗം കഴിഞ്ഞ് മറ്റൊരു നിർണായക യോഗത്തിൽ കൂടി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് ഈ MR അജിത് കുമാറിനെതിരായ പരാതികൾ അന്വേഷിക്കുന്ന, അജിത് കുമാർ നൽകിയ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യോഗമാണ്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഓൺലൈനായി ആ യോഗത്തിലും പങ്കെടുക്കുമ്പോൾ അവിടെ നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അജിത് കുമാറിനെ ഇപ്പോഴത്തെ പദവിയിൽ നിലനിർത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് അതൃപ്തിയുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അതൃപ്തി ഈ യോഗത്തിലും സംസ്ഥാന പോലീസ് മേധാവി പ്രകടിപ്പിക്കാൻ ധൈര്യം കാണിച്ചാൽ ഒരുപക്ഷെ MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സ്ഥിതി സർക്കാരിന് മുന്നിൽ വരും. ആ ധൈര്യം കാണിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് തയ്യാറാകുമോ? അദ്ദേഹത്തിൻ്റെ നീതിബോധം അതിന് അനുവദിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. ശരി, റോഷിപാൽ കൂടിയുണ്ട്. റോഷിപാൽ, ഇപ്പോൾ പ്രത്യേകാന്വേഷണ സംഘത്തിന്റെ യോഗം കൂടി ചേരുകയാണ്. മുഖ്യമന്ത്രി വിളിച്ച പതിവ് യോഗം കൂടാതെ അതിൽ DGP ഒഴിച്ച് ബാക്കി എല്ലാവരും ADGPക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിൻ്റെ നേരെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 ഉദ്യോഗസ്ഥരടക്കം അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താൻ പോകുന്നു. അപ്പോൾ ഈ യോഗത്തിൻ്റെ സ്വഭാവം എന്താണ്? സ്മൃതി, ഇന്നലെ രാത്രിയോടെയാണ് സർക്കാർ ഈ ADGP MR അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെയുള്ള ഈ ആരോപണങ്ങളിൽ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘം അന്വേഷണത്തിന് അവർ തയ്യാറെടുക്കുന്നു. അതിൻ്റെ തുടക്കമായാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുന്നത്. ദർവേഷ് സാഹിബിന് പുറമേ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും IG-യുമായ സ്പർജൻ കുമാർ ഉണ്ട്. ഒപ്പം തോംസൺ, DIG തോംസൺ പക്ഷേ ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഒപ്പം SP മധുസൂദൻ ഉൾപ്പെടെയുള്ള 4 ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇതിൽ പ്രധാനമായും ഈ ആരോപണങ്ങൾ അത് പരിശോധിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ PV അൻവർ എന്തെങ്കിലും തെളിവ് മുഖ്യമന്ത്രി കൈമാറുകയാണെങ്കിൽ അതുകൂടെ പരിശോധിച്ചതിന് ശേഷമാകും ഇവരുടെ അന്വേഷണം മുന്നോട്ട് പോവുക. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇപ്പോൾ തന്നെ പോലീസിന് മുന്നിൽ ഒരു പരാതിയുണ്ട്. പൈച്ചിറ നിവാസിന ഒരു പൊതുപ്രവർത്തകൻ നൽകിയ ഒരു പരാതി നിലവിലുണ്ട്. പോലീസ് ആസ്ഥാനത്ത് ലഭിച്ച പരാതി. ആ പരാതി അടക്കം പരിശോധിച്ച് ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് അടക്കമുള്ള തീരുമാനമുണ്ടാകും. പക്ഷേ ഏറ്റവും പ്രധാന വെല്ലുവിളി ഈ ADGP ലോ ആൻഡ് ഓർഡറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇതിൽ 2 പേർ. അതിൽ ഒന്ന് DIG തോംസനാണ്, രണ്ടാമത്തേത് IG സ്പർജൻ കുമാർ. ഇവർ 2 പേരും ADGP MR അജിത് കുമാറിനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. മറ്റ് 2 പേർ SP-മാരാണ്. അതിൽ ഒരാൾ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അന്വേഷണത്തിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിനകത്ത് തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം നിലവിലുണ്ട്. ആദ്യഘട്ടത്തിൽ DGP തലത്തിലുള്ള അന്വേഷണമായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു ആലോചന അതുമായി ബന്ധപ്പെട്ട് യോഗേഷ് കുമാർ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ആലോചിച്ചിരുന്നു. DGP-മാർ മാത്രം ഉൾപ്പെടുന്ന ഒരു അന്വേഷണ സംഘം. പക്ഷേ ആ തരത്തിലല്ല പിന്നീട് സർക്കാർ ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. DGPക്ക് ഈ കാര്യത്തിൽ അതൃപ്തിയുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അതിനിടയിലാണ് ഇന്ന് അന്വേഷണ സംഘത്തിൻ്റെ പ്രഥമ യോഗം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. ശരി, റോഷിപാലും ആർ ശ്രീത്തുമാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി വിളിച്ച പതിവ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം, അതോടൊപ്പം മുഖ്യമന്ത്രി രൂപീകരിച്ച 5-അംഗ അന്വേഷണ സംഘത്തിന്റെ യോഗവും ഇന്ന് ചേരാനിരിക്കുന്നു. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ MR അജിത് കുമാറും പങ്കെടുക്കുകയാണ്. PV അൻവർ MLA മുഖ്യമന്ത്രിയെ കാണാൻ ഇനി അല്പസമയം കൂടിയേ ഉള്ളൂ. സമയം 11:52 ആയിരിക്കുന്നു. 12 മണിക്കാണ് കൂടിക്കാഴ്ച.